ബിഗ് ബോസ് മലയാളം സീസൺ 6 നിന്നും പൂജ കൃഷ്ണ വാക്കൗട്ട് ചെയ്തു എന്നുള്ളൊരു വാർത്തയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. പൂജയ്ക്ക് അത്രമാത്രം ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒട്ടും അനങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു. ഇപ്പൊ ലൈവിൽ കഴിഞ്ഞത് പൂജയെ മെഡിക്കൽ ടീം അംഗങ്ങൾ വന്ന് മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുന്ന ആ ഒരു രംഗമായിരുന്നു. എന്തായാലും പൂജയ്ക്ക് ഒട്ടും ഡിസ്കിന്റെ ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ ഒട്ടും അനങ്ങാൻ പറ്റുന്നില്ല. ഈ ഒരു ടാസ്ക് കഴിഞ്ഞതിന് ശേഷം വളരെയേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 2 ആഴ്ച ബെഡ് റെസ്റ്റ് ഡോക്ടർ റെഫർ ചെയ്തിരിക്കുകയാണ്. സോ എന്തായാലും 24 മണിക്കൂറിനുള്ളിൽ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഒരു വ്യക്തി പുറത്തു പോയി തിരിച്ച് വന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി സ്വയമേ ബിഗ് ബോസ് വീട്ടിൽ നിന്നും അവരെ പുറത്താക്കും എന്നുള്ളതാണ് റൂൾ ബുക്കിലുള്ളത്. പക്ഷെ ബിഗ് ബോസ് വീട്ടിലെ തന്നെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇപ്പൊ ഈ സിജോയുടെ കേസിലൊക്കെ ഫിസിക്കൽ അസോൾട്ടിന്റെ ആ ഒരു ഭാഗമായതുകൊണ്ട് അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ഒരുപക്ഷെ ബിഗ് ബോസിന്റെ എന്തെങ്കിലും അനുമതി ഉണ്ടാവുമായിരിക്കും. പക്ഷെ അല്ലാത്ത പക്ഷം തീർച്ചയായും 24 മണിക്കൂറിനുള്ളിൽ തിരിച്ചു വന്നില്ലെങ്കിൽ എന്തായാലും ഈ ഒരു ഷോയിൽ നിന്നും പുറത്താകും എന്നുള്ളതാണ് വാർത്ത. അതുകൊണ്ട് തന്നെ അതാണ് റൂള്. അതുകൊണ്ട് തന്നെ പൂജ കൃഷ്ണ ബിഗ് ബോസ് മലയാളം സീസൺ 6 നിന്നും ഡിസ്കിന്റെ ആ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട്, ഹെൽത്ത് ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ വാക്കൗട്ട് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല സിബിനും മെന്റലി വളരെയധികം ഡൗൺ ആണ്. വളരെ ഏറെ ഡൗൺ ആണ്. കൺഫെഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിച്ച് കുറെ സിബിനോട് സംസാരിച്ച് അതിനുശേഷം ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് കയറി എന്നുള്ളൊരു വാർത്തയെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും രണ്ടുപേരും, കാരണം ലാലേട്ടന്റെ ആ ഒരു എപ്പിസോഡ് തൊട്ട് തന്നെ രണ്ടുപേരും വളരെയധികം മെന്റലി ഡൗൺ ആയിരുന്നു. ഇമോഷണലി വളരെയധികം ബ്രേക്ക് ഡൗൺ ആയിരുന്നു. കാരണം ലാലേട്ടൻ ഒരു വിധത്തിൽ അപമാനിക്കുന്ന തരത്തിലുള്ള സംസാരമായിരുന്നു അവരുടെ രണ്ടുപേരുടെയും ഭാഗത്തേക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പൂജ കൃഷ്ണയുടെ ഒരുപാട് അങ്ങനെ പറഞ്ഞില്ലെങ്കിലും സിബിനോട് അത്രമാത്രം പറഞ്ഞിരുന്നു. ഒരുപക്ഷെ അത് സിബിനെ വളരെയധികം ബാധിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും നല്ല സ്ട്രോങ് പ്ലെയേഴ്സ് ആയിരുന്നു. ഒരുപക്ഷെ ബിഗ് ബോസ് മലയാളം സീസൺ 6 ഈ ഒരു 2 വൈൽഡ് കാർഡ് കയറിയതിന് ശേഷമാണ് ആ ഒരു വീട് തന്നെ ഒന്ന് ഉണർന്നത്. സിബിനൊക്കെ വന്നതിന് ശേഷമാണ് ഗെയിം എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ ശരിക്കുള്ള ഗെയിം എന്താണ് എന്നുള്ളത് പ്രേക്ഷകർക്ക് പോലും മനസ്സിലായി തുടങ്ങിയത്. പക്ഷേ പൂജ കൃഷ്ണ നിർഭാഗ്യവശാൽ ബിഗ് ബോസ് വീട്ടിൽ നിന്നും വാക്കൗട്ട് ചെയ്തിരിക്കുന്നു. സിബിൻ തിരിച്ചു കയറി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സോ പ്രേക്ഷകർ എന്താണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ബിഗ് ബോസ് മലയാളം സീസൺ 6 കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കൂടിച്ചേരുന്നതായിരിക്കും.